ഈ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ ഒരു അപൂർവ ഇനം കുതിരവർഗമായിരുന്നു പ്രിഷാൾസി കുതിരകൾ. എന്നാൽ ഭൂമിയിൽ അവശേഷിച്ച കുറച്ച് പ്രിഷാൾസി കുതിരകളെ പിടിച്ച് മരുഭൂമിയിലേക്ക് തുറന്നുവിട്ടാൽ എങ്ങനെയുണ്ടാകും? പെട്ടെന്ന് കേൾക്കുമ്പോൾ മണ്ടത്തരമായി തോന്നുമെങ്കിലും അവിടെ പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിടെ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി കാണാൻ പോകുന്നത്. സെൻട്രൽ ഏഷ്യയിലെ സ്റ്റെപ്പ് പുൽമേടുകളിൽ ജനിച്ചു വളർന്ന പ്രിഷാൾസി കുതിരകളെ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക യഥാർത്ഥ കാട്ടുകുതിരയായിട്ടാണ് ശാസ്ത്രലോകം കാലങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ചരിത്രം നോക്കിയാൽ ഈസ്റ്റേൺ യൂറോപ്പിലും ചൈനയിലും മംഗോളിയയിലുമൊക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മംഗോളിയൻ ഭാഷയിൽ തഖി എന്നും ഇവരെ വിളിക്കാറുണ്ട്. അമേരിക്കയിലെ മസ്താങ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ ബ്രംബി പോലെ പണ്ട് മനുഷ്യർ വളർത്തി പിന്നെ കാട്ടിലായ കുതിരകളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തരായ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമൊരു നോട്ടത്തിൽ നമ്മൾ ഫാമുകളിലൊക്കെ കാണുന്ന സാധാരണ കുതിരയാണെന്ന് തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഇവരെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് പ്രത്യേകതകൾ കാണാം. സവാരിക്കായി വളർത്തുന്ന സാധാരണ കുതിരകളെ അപേക്ഷിച്ച് പ്രിഷാൾസി കുതിരകൾക്ക് പൊക്കം കുറഞ്ഞ് ഉറച്ച ശരീരവും തവിട്ട് നിറമുള്ള മുടിയും മുകളിലേക്ക് നിവർന്നു നിൽക്കുന്ന കഴുത്തിലെ രോമങ്ങളുമൊക്കെയാണുള്ളത്. ഇത് ഇവയ്ക്ക് ഒരു കാട്ട് ലുക്ക് നൽകുന്നു. ജനിതകപരമായും തഖി കുതിരകൾ വ്യത്യസ്തരാണ്. സാധാരണ കുതിരകൾക്ക് 64 ക്രോമോസോമുകൾ ഉള്ളപ്പോൾ ഇവർക്ക് 66 ക്രോമോസോമുകളുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റഷ്യൻ പര്യവേക്ഷകനായ നിക്കോലായ് പ്രിഷാൾസ്കി തൻ്റെ യാത്രക്കിടയിലാണ് ഈ കാട്ടുകുതിരകളെക്കുറിച്ച് ആദ്യമായി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. പ്രിഷാൾസ്കി ശേഖരിച്ച വിവരങ്ങൾ വെച്ച് ഇവാൻ പൊല്യാക്കോവ് എന്ന സുവോളജിസ്റ്റാണ് ഈ കുതിരകൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയും ഇതൊരു പുതിയ സ്പീഷീസ് ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ ഈ കുതിരകളെ ലോകമറിഞ്ഞത് അവയ്ക്ക് വലിയ വീണയായി മാറി. 19-20 നൂറ്റാണ്ടുകളിൽ തോക്കുകളുടെ ഉപയോഗം കൂടിയതോടെ ചൈനയിലെയും മംഗോളിയയിലെയും പുൽമേടുകളിൽ തഖി കുതിരകളെ ആളുകൾ ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങി. അവിടുത്തെ വേട്ടക്കാർ ഇവയുടെ കൂട്ടങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടിയതോടെ ഇവയുടെ എണ്ണം വളരെ വേഗത്തിൽ കുറഞ്ഞു. പോരാത്തതിന് അപൂർവമായ ഈ കാട്ടുകുതിരകളോടുള്ള കൗതുകം കാരണം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ആളുകൾ വന്ന് ഇവയുടെ കുഞ്ഞുങ്ങളെ ജീവനോടെ പിടിച്ച് യൂറോപ്യൻ അമേരിക്കൻ മൃഗശാലകളിലേക്കും സ്വകാര്യ ശേഖരങ്ങളിലേക്കും കടത്തിക്കൊണ്ടുപോയി. കാട്ടിൽ ബാക്കിയായ കുതിരകളുടെ ജീവിതവും വളരെ ദുരിതപൂർണമായി. മനുഷ്യന്റെ ഇടപെടലുകളും ലോകമഹായുദ്ധങ്ങളും പരിസ്ഥിതി വ്യതിയാനങ്ങളും കാരണം ഇവയുടെ വാസസ്ഥലങ്ങൾ നശിച്ചു. അങ്ങനെ 1960കളുടെ അവസാനത്തോടെ പ്രിഷാൾസ്കി കുതിരകൾ കാട്ടിൽ നിന്ന് പൂർണ്ണമായി വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ലോകമെമ്പാടുമുള്ള സൂകളിൽ വെറും 12 കുതിരകൾ മാത്രമാണ് പ്രജനനത്തിനായി ബാക്കിയുണ്ടായിരുന്നത്. എന്നാൽ 1959-ൽ പ്രാഗ് സൂ ഇന്റർനാഷണൽ സ്റ്റഡ് ബുക്ക് ആരംഭിച്ചു. ലോകത്തൊട്ടാകെയുള്ള എല്ലാ പ്രിഷാൾസ്കി കുതിരകളെയും ട്രാക്ക് ചെയ്യാനായിരുന്നു ഇത്. ആദ്യമൊക്കെ വളരെ കുറച്ച് വിവരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പദ്ധതി വളർന്നതോടെ സൂകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, യൂറോപ്യൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് പ്രോഗ്രാം തുടങ്ങിയ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തിലൂടെ ഓരോ കുതിരയുടെയും കൃത്യമായ വംശാവലി കണ്ടെത്താൻ സംരക്ഷകർക്ക് കഴിഞ്ഞു. ഈ കുതിരകൾക്ക് എപ്പോഴെങ്കിലും കാട്ടിൽ ജീവിക്കണമെങ്കിൽ ജനിക്കുന്ന കുതിരക്കുട്ടികൾ പരമാവധി ജനിതക ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും അതിനായി ഇൻബ്രീഡിംഗ് പരമാവധി കുറയ്ക്കണമെന്നും ായിരുന്നു ഇവരുടെ ശാസ്ത്രീയ യുക്തി. ഇതിനായി കുതിരകളെ കൃത്യമായി വേർതിരിക്കുകയും പല കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ആഗോള ബ്രീഡിംഗ് പ്രോഗ്രാമുകൾ നടത്തി. ഇത്തരം ശ്രമങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായം ആവശ്യമായിരുന്നു. സർക്കാരുകൾക്ക് പണം തികയാതെ വന്നപ്പോൾ വില്യം ഗ്രൂൺവാൾഡ് സാഞ്ചുറി പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നു. 1970കളുടെ അവസാനത്തിൽ തുടങ്ങിയ ഈ കേന്ദ്രം പ്രിഷാൾസ്കി കുതിരകൾ ഉൾപ്പെടെയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന കുതിരകൾക്ക് സുരക്ഷിതമായ ഒരു പ്രജനന കേന്ദ്രമായി മാറി. ഇത്തരത്തിലുള്ള കൂട്ടമായ പരിശ്രമങ്ങളിലൂടെ വളർത്തു മൃഗശാലകളിലെ കുതിരകളുടെ എണ്ണം കൂടുകയും അവയുടെ ജനിതക ആരോഗ്യം അത്ഭുതകരമായി തിരികെ ലഭിക്കുകയും ചെയ്തു. കുതിരകളുടെ എണ്ണം കൂടിയതോടെ അടുത്ത ലക്ഷ്യം ഇവയെ കാട്ടിലേക്ക് തിരികെ എത്തിക്കുക എന്നതായിരുന്നു. എന്നാൽ മൃഗശാലകളിൽ ജനിച്ച മൃഗങ്ങൾക്ക് പെട്ടെന്ന് കാട്ടിൽ ജീവിക്കാനും വേട്ടമൃഗങ്ങളെ നേരിടാനും വിശപ്പും കാലാവസ്ഥയും താങ്ങാനും വലിയ പ്രയാസമായിരിക്കും. ഇത് പരിഹരിക്കാൻ 1980കളിൽ ചൈനീസ് സർക്കാർ 3 ഘട്ട പദ്ധതി തയ്യാറാക്കി. ആദ്യം നിയന്ത്രിത റിസർവ് എൻക്ലോസറുകളിൽ ഇടുക, അതിനുശേഷം പകുതി സ്വതന്ത്ര അന്തരീക്ഷത്തിൽ വളർത്തുക, ഒടുവിൽ പൂർണ്ണമായി കാട്ടിലേക്ക് തുറന്നുവിടുക.
പൂർണ്ണമായി തുറന്നുവിടുന്നതിന് മുൻപ് ഇവരെ പരിശീലിപ്പിക്കാൻ ഒരു ഇടത്താവളം അത്യാവശ്യമായിരുന്നു. ശാസ്ത്രജ്ഞർ ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾക്കായി ചില പ്രധാന നിബന്ധനകൾ വെച്ചു. ഒന്നാമതായി, ആരോഗ്യം നിരീക്ഷിക്കാൻ പാകത്തിലുള്ള ചെറിയ വിസ്തൃതിയുള്ളതും എന്നാൽ സ്വാഭാവിക അന്തരീക്ഷം നൽകുന്നതുമായിരിക്കണം എൻക്ലോസറുകൾ. രണ്ടാമതായി, കുതിരകൾക്ക് സ്വന്തമായി തീറ്റ കണ്ടെത്തി തിന്നാൻ കഴിയുന്ന തരത്തിലുള്ള വിവിധ സസ്യങ്ങളും ദുർഘടമായ ഭൂപ്രകൃതിയും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, കുതിരകളുടെ പ്രതിരോധശേഷി പരീക്ഷിക്കാൻ പാകത്തിലുള്ള സ്വാഭാവിക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകണം. ഈ കാര്യങ്ങൾ മുൻനിർത്തി ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലുള്ള കലാമൈലി മൗണ്ടൻ നേച്ചർ റിസർവ് ഇതിനായുള്ള പ്രധാന സ്ഥലമായി ചൈന തിരഞ്ഞെടുത്തു. ഇതൊരു നല്ല സ്ഥലമാണെന്ന് കണ്ടെത്തിയ ശേഷം 2001 ഓഗസ്റ്റിൽ 18,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള റിസർവിലേക്ക് ഗവേഷകർ കുതിരകളുടെ ആദ്യ ബാച്ചിനെ തുറന്നുവിട്ടു. സിൻജിയാങ് വൈൽഡ് ഹോഴ്സ് ബ്രീഡിംഗ് സെന്ററിൽ നിന്ന് 27 പ്രിഷാൾസ്കി കുതിരകളെ ജുങ്കാരിയൻ ബേസിനിലേക്ക് മാറ്റി. ജനിതക വൈവിധ്യം ഉറപ്പാക്കാൻ ജർമ്മനി, UK, അമേരിക്ക എന്നിവിടങ്ങളിലെ മൃഗശാലകളിൽ നിന്ന് 11 കുതിരകളെ കൂടി ചൈന ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എൻക്ലോസറുകളിൽ കിടന്ന് ഈ കുതിരകൾ സ്വന്തമായി പുല്ല് കണ്ടെത്താനും കഠിനമായ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനും കൂട്ടമായി ജീവിക്കാനും പഠിച്ചു. സിൻജിയാങ്ങിലെ വരണ്ട കാലാവസ്ഥ ഇവരെ പരീക്ഷിക്കാൻ പറ്റിയതായിരുന്നു. എങ്കിലും അവിടുത്തെ തണുപ്പ് കാലത്ത് താപനില -40°C വരെ താഴുകയും വേനൽക്കാലത്ത് 40°C മുകളിൽ പോവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ഞുവീഴ്ചയൊക്കെയുള്ള സമയത്ത് ചൈനീസ് ശാസ്ത്രജ്ഞർക്ക് ഇടയ്ക്ക് തീറ്റ നൽകേണ്ടിയും ചെറിയ കൃത്രിമ ജലാശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടിയും വന്നു. കൂട്ടിൽ വളർന്നതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുമൃഗങ്ങളായ ആട്, ഒട്ടകം എന്നിവയോട് തീറ്റയ്ക്കായി മത്സരിക്കാൻ തുടക്കത്തിൽ ഈ കുതിരകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാൻസു പ്രവിശ്യയിലെ ആൻസ്കി, ദുൻഹുവാങ് വെസ്റ്റ് തുടങ്ങിയ നേച്ചർ റിസർവുകളിലും സമാനമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. നെതർലാൻഡ്സിലെ 250 ഹെക്ടറുള്ള നോർഡർഹൈഡ് പോലെയുള്ള സെമി വൈൽഡ് റിസർവുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായ പരീക്ഷണങ്ങൾ നടത്തി. കുതിരക്കൂട്ടങ്ങൾക്ക് പരസ്പരം കാണാതെ നടക്കാൻ പാകത്തിലുള്ള വലിയ പുൽമേടുകളും കുന്നുകളും ഈ ഡച്ച് റിസർവിലുണ്ടായിരുന്നു. കൂടാതെ ആൺകുതിരകൾ ഒരുമിച്ച് എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കാൻ അവർ പ്രത്യേക സ്ഥലങ്ങളും ഒരുക്കിയിരുന്നു. സാധാരണ കുതിരകളെ അപേക്ഷിച്ച് പ്രിഷാൾസ്കി കുതിരകൾക്ക് അല്പം അഗ്രസീവായ പെരുമാറ്റമുണ്ടെന്ന് ഈ പഠനങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ആൺകുതിരകൾ മാത്രമുള്ള ഗ്രൂപ്പുകളിലാണ് ഈ ദേഷ്യം കൂടുതലും കാണുന്നതെന്നും പ്രായമാകും തോറും ഇത് കൂടുമെന്നും അവിടെയുള്ള ഗവേഷണങ്ങൾ വ്യക്തമാക്കി. എന്നാൽ ഓരോ തലമുറ കഴിയും തോറും പുല്ല് കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്ഷണം കണ്ടെത്താൻ ഇവർ മിടുക്കരായി വരുന്നുണ്ടായിരുന്നു. നദികളിലും കുളങ്ങളിലും വെള്ളമുള്ള സ്ഥലങ്ങൾ ഇവർ കണ്ടുവെക്കുകയും ദൂരെ നിന്ന് തന്നെ ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റുന്ന തുറസായ താഴ്വരകളിൽ നിലയുറപ്പിക്കാൻ പഠിക്കുകയും ചെയ്തു. വേട്ടമൃഗങ്ങളില്ലാത്ത റിസർവുകളിൽ കുതിരകളുടെ പ്രതിരോധശേഷി ഉണർത്താൻ ശാസ്ത്രജ്ഞർ ചില വഴികൾ നോക്കിയിരുന്നു. സ്വയം ജീവിക്കണമെങ്കിൽ ശത്രുക്കളെ കണ്ടയുടൻ തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയണമായിരുന്നു. ഇതിനായി എൻക്ലോസറിന് അടുത്ത് പരിശീലനം ലഭിച്ച നായകളെ എത്തിച്ച് കുതിരകളിൽ സ്വാഭാവികമായ ഭയവും പ്രതിരോധവും ഉണർത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. തീറ്റ കണ്ടെത്താനും കാലാവസ്ഥയെ താങ്ങാനും ശത്രുക്കളെ ചെറുക്കാനും പഠിച്ചതോടെ ഇവരെ പൂർണ്ണമായി കാട്ടിലേക്ക് വിടാനുള്ള സമയമായി. എന്നാൽ തുടക്കത്തിലെ പരീക്ഷണങ്ങളിൽ ചില തിരിച്ചടികളും നേരിടേണ്ടി വന്നു. കലാമയിലെ റിസർവിൽ ഈ പരീക്ഷണം വിജയം കണ്ടെങ്കിലും ഗ്യാൻസുവിലെ അങ്സി ബ്രീഡിംഗ് സെന്ററിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. 1990കളിൽ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളുമായി ചേർന്ന് 45 പ്രിഷാൾസ്കി കുതിരകളെ ചൈന അൻസ്കി റിസർവിലേക്ക് എത്തിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവിടെ വെറും 20-ൽ താഴെ കുതിരകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വെറും 44% കുതിരകൾ മാത്രമാണ് അവിടെ അതിജീവിച്ചത്. എല്ലാ സ്ഥലങ്ങളും ഇവയ്ക്ക് അനുയോജ്യമല്ല എന്നതിൻ്റെ തെളിവായിരുന്നു അത്. അതിനാൽ അൻസ്കി പോലെയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി മറ്റു നല്ല റിസർവുകളിലേക്ക് ശ്രദ്ധ മാറ്റി. കലാമയിലിയിലെ ആദ്യ ശ്രമത്തിലും ചില പാളിച്ചകൾ പറ്റിയിരുന്നു. 2001 നടത്തിയ ആദ്യ പരീക്ഷണം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പുല്ല് കുറഞ്ഞ വടക്കൻ മേഖലയിലാണ് എൻക്ലോസർ ഉണ്ടാക്കിയതെന്നും ഭക്ഷണം തേടിയുള്ള ദൂരയാത്ര കുതിരകളെ തളർത്തുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. കൂടാതെ നാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലായതിനാൽ തന്നെ ഭക്ഷണത്തിനായി കടുത്ത മത്സരവും നേരിടേണ്ടി വന്നു. പിന്നീട് അനുകൂലമായ കാലാവസ്ഥ വന്നപ്പോൾ കുതിരകളെ വീണ്ടും ജാഗ്രതയോടെ റിസർവിലേക്ക് തുറന്നുവിട്ടു. ഇത്തവണ കാര്യങ്ങൾ നന്നായി നടന്നു. അന്നു തൊട്ട് നൂറുകണക്കിന് കുതിരക്കുട്ടികൾ അവിടെ ജനിക്കുകയും അവയുടെ വിവരങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റഡ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. പരിശീലനം വിജയകരമായതോടെ തക്കി കുതിരക്കൂട്ടങ്ങൾ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കാട്ടിലേക്ക് സ്വതന്ത്രമായി ഇറങ്ങി. ഇത് കുതിരകൾക്ക് മാത്രമല്ല, ആ മരുഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു വഴിത്തിരിവായി. ഈ വലിയ സസ്യബുക്കുകൾ തിരികെ വന്നതോടെ മറ്റു ജീവികളുടെ എണ്ണവും വർദ്ധിക്കാൻ തുടങ്ങി. കുതിരകൾ പുല്ല് തിന്നുന്നതും ഓടുന്നതും സസ്യങ്ങളുടെ വേരുകൾ മണ്ണിൽ ഉറയ്ക്കാനും മണ്ണൊലിപ്പ് തടയാനും സഹായിച്ചു.
കൂടാതെ ഉണങ്ങിയ പുല്ലുകൾ തിന്നു തീർക്കുന്നതിലൂടെ കാട്ടുതീ പടരാനുള്ള സാധ്യതയും ഇല്ലാതായി. മനുഷ്യന്റെ സംരക്ഷണം മാറിയതോടെ ചെന്നായ്ക്കൾ പോലെയുള്ള വേട്ടക്കാരെ നേരിടുക എന്നതായിരുന്നു കുതിരകളുടെ പ്രധാന വെല്ലുവിളി. നായകളെ നേരിട്ട് ശീലമുണ്ടെങ്കിലും ചെന്നായ്ക്കൂട്ടങ്ങളെ നേരിടുന്നത് വലിയൊരു പരീക്ഷണമായിരുന്നു. മംഗോളിയയിലെ ഹുസ്തായ് നാഷണൽ പാർക്കിൽ ആദ്യ വർഷങ്ങളിൽ ചെന്നായ്ക്കളുടെ ആക്രമണം കുറവായിരുന്നു. എന്നാൽ പിന്നീട് ചെന്നായ്ക്കൾ കുതിരക്കുട്ടികളെയും വലിയ കുതിരകളെയും ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അത്ഭുതകരമായ ആ കാര്യം നടന്നത്. കുതിരകൾ സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങി. മംഗോളിയയിൽ കുതിരക്കുട്ടികളെ നടുവിലാക്കി വലിയ കുതിരകൾ ഒരു വട്ടം പോലെ വന്നു നിന്ന് ചെന്നായ്ക്കളെ തൊഴിച്ചോടിക്കാൻ തുടങ്ങി. ഇതോടെ കുതിരകളെ ആക്രമിക്കുന്നത് നിർത്തി ചെന്നായ്ക്കൾ മാൻ പോലെയുള്ള എളുപ്പത്തിൽ കിട്ടുന്ന ഇരകളെ വേട്ടയാടാൻ തുടങ്ങുകയായിരുന്നു. കൂട്ടമായി ജീവിച്ചാൽ ഏത് വേട്ടക്കാരെയും നേരിടാൻ പ്രിഷാൾസ്കി കുതിരകൾക്ക് കഴിയുമെന്ന് ഇത് തെളിയിച്ചു. എങ്കിലും ഓരോ കുതിരയും വിലപ്പെട്ടതായതുകൊണ്ട് നായാട്ടുകാരിൽ നിന്ന് ഇവയെ സംരക്ഷിക്കാൻ റേഞ്ചർമാരെയും പെട്രോളിംഗ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുള്ള കുതിരക്കൂട്ടങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നുമുണ്ട്. ഈ പരിശ്രമങ്ങൾ വിജയിച്ചതോടെ IUCN പ്രിഷാൾസ്കി കുതിരകളെ കാട്ടിൽ വംശനാശം വന്ന ജീവികൾ എന്ന പട്ടികയിൽ നിന്ന് മാറ്റി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന പട്ടികയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ 2018 നടന്ന ഒരു ജനിതക കണ്ടെത്തൽ ഇവരുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. കസാക്കിസ്ഥാനിലെ ബോട്ടായ് ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് ലഭിച്ച 5500ഓളം വർഷം പഴക്കമുള്ള കുതിരകളുടെ അവശിഷ്ടങ്ങളുടെ DNA പരിശോധിച്ചപ്പോഴാണ് ആ സത്യം പുറത്തു വന്നത്. ഇന്നത്തെ പ്രിഷാൾസ്കി കുതിരകൾ ഒരിക്കലും മെരുക്കപ്പെടാത്ത ശുദ്ധ കാട്ടുകുതിരകളല്ല, മറിച്ച് പണ്ടത്തെ ബോട്ടായ് മനുഷ്യർ വളർത്തുകയും പിന്നീട് കാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്ത കുതിരകളുടെ തലമുറയാണെന്നാണ് ആ പഠനം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നത്തെ സാധാരണ വളർത്തുകുതിരകൾക്ക് ബോട്ടായ് കുതിരകളുമായി വലിയ ബന്ധമില്ല. അവ BC 2200-ൽ മറ്റൊരിടത്ത് മെരുക്കപ്പെട്ട കുതിരകളുടെ തലമുറയാണ്. പിന്നീട് വന്ന ഈ വളർത്തുകുതിരകൾ ലോകമെമ്പാടും പടരുകയും പഴയ കുതിരവംശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്തു. പ്രിഷാൾസ്കി കുതിരകൾക്ക് 66 ക്രോമോസോമുകളുള്ള പ്രത്യേക ജനിതക ഘടന വരാൻ കാരണവും ഇതാണ്. ശുദ്ധ കാട്ടുകുതിരയായാലും അല്ലെങ്കിലും കുതിരകളുടെ ചരിത്രത്തിലെ അപൂർവമായ ഒരു കണ്ണിയാണ് ഇന്നും പ്രിഷാൾസ്കി കുതിരകൾ. ഈ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പ്രിഷാൾസ്കി കുതിരകളെ സംരക്ഷിക്കാൻ ലോകരാജ്യങ്ങൾ ഇപ്പോഴും വലിയ തുക ചിലവഴിക്കുന്നുണ്ട്. ചൈനയിൽ മാത്രം കഴിഞ്ഞ 40 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവയുടെ എണ്ണം 900-ൽ അധികമായി ഉയർന്നിട്ടുണ്ട്. ഇത് ലോകത്തുള്ള ആകെ കുതിരകളുടെ 1/3. ഏതായാലും ഇത്തരത്തിൽ വംശനാശം സംഭവിക്കേണ്ട ജീവികളെ വീണ്ടും പ്രകൃതിയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.